ഹായ് ഗൈസ്, വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമായിട്ട്. ഈ ഒരു ഗെയിമിൻ്റെ പേര് ബർഗർ ഷോപ്പ് സിമുലേറ്റർ എന്നാണ്. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണിത് ഇങ്ങനത്തെ ഒരു ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റൊക്കെ കളിക്കാമെന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് വലിയ വിലയില്ലാന്ന് മനസ്സിലായി ഞാനതോ ഇതുപോലത്തെ ഗെയിമുകളിലേക്കൊക്കെ ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ ബർഗർ ഷോപ്പ്. ഇതിനകത്ത് നമ്മൾ ബർഗർ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പുതിയ ഗെയിം. പിന്നെ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നെടുത്തത് ഇന്നലെ ആയിരുന്നെങ്കിലും ഞാനിത് പോസ്റ്റ് ആക്കണത് ഓണത്തിൻ്റെ ഒന്നാണ്. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഗെയിമിലോട്ട് പോകാം. പിന്നെ പോണതിന് മുന്നേ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. പിന്നെ ഒന്നും കൂടി അറിയാമെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. ലെറ്റ്സ് ഗോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഓക്കെ, ഇത് നമ്മളോടൊരു പെട്ടി എടുക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കട. ആക്ച്വലി ഇതാണ് നമ്മുടെ കട. ഓക്കെ, ഒരു പെട്ടി എടുക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ടൊമാറ്റോയുടെ ബോക്സ്. എന്നിട്ടത് അവിടെ കൊണ്ട് വെക്കാനാണ് പറയണേ. ഓക്കെ, നമുക്കത് ഇവിടെ വയ്ക്കാം. ഓക്കെ, സെറ്റ്. ഇതെന്ത് കാണിക്കണം? ഒരു ട്രാഷ് ക്യാൻ ഉണ്ട്. നമുക്കിപ്പോൾ ആ ട്രാഷ് ക്യാനിലോട്ട് നമ്മുടെ ബോക്സ് പെട്ടെന്ന് എറിയാം. ഓക്കെ, ഇനി കട ഓപ്പൺ ആക്കണം. ഓക്കെ, നമുക്ക് കട ഓപ്പൺ ആക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബിസിനസ്സാണ് നമ്മുടെ ഈ കട വൈറലാവുകയാണെങ്കിൽ ഓക്കെ. കട തുറന്നില്ല. ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ കടയിൽ ക്യൂ ആണ്. ഒരു ചേച്ചി വന്നു. അതിന് പിന്നാലെ അടുത്താളും വന്നു. 3 രൂപയും 1 2 3 പിന്നെ 97 പൈസയും. അയ്യോ, സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. 1 10 ഇനി 1 2 3. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്താൾ വന്നിട്ടുണ്ട്. അടുത്താൾ കാർഡാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമ്മൾ അതിൽ ചെന്നു. 2.86. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി പൈസയാണ്. 37 വെസ്റ്റേജ്. 1 2 3. ഓക്കെ, 5 6 7 8 9 10 11 കുറച്ചൊന്ന് ബാക്കി വയ്ക്കുക. ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വേറൊരു പാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. ഓക്കെ, ഈ ഒരു ഗെയിമിൻ്റെ തന്നെ വേറെ പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു പാർട്ടിടാം. ഇത്രേ പ്രോഫിറ്റുള്ളൂ. കുറച്ച് കൂട്ടിയിടാം. അപ്പോൾ പ്രൈസും കിട്ടും, പ്രോഫിറ്റും കിട്ടും. നേരത്തെ പ്രോഫിറ്റ് 0. എത്രയൊക്കെ ഇപ്പോൾ 2 പോയിൻറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കടയുടെ വരുമാനം അല്ലാണ്ട് നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, ഓർഡർ എന്താ ചേട്ടാ? നമ്മൾ ഇവിടെ നിന്നിട്ട് സാധനം ഉണ്ടാക്കണം. അത് സെറ്റിട്ടാ. അത് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ് ഗെയിം, അങ്ങനത്തെ ഗെയിമിനേക്കാളും ഒന്നും കൂടി സെറ്റാണ്. നമ്മളിങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊന്നും കൂടി വൈബാവും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഗെയിമുകളാണ് നമ്മൾ ഇടാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റ് ഇടാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ വ്യൂവേഴ്സൊക്കെ നിർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മൈൻക്രാഫ്റ്റിന് വലിയ വ്യൂവേഴ്സൊന്നുമില്ല. അപ്പോൾ എൻ്റെ മൈൻക്രാഫ്റ്റിന് വ്യൂവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീനായിട്ട് ഇങ്ങനത്തെ ഗെയിമുകൾ കളിക്കാൻ വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇങ്ങനത്തെ ഗെയിമുകളാണ് ഇന്ന് തൊട്ട് ഇടാൻ പോണേ. ഇങ്ങനത്തെ ഇതുപോലത്തെ ബിസിനസ് മൈൻഡ് അല്ലാത്ത സർവൈവൽ വേറെ ഗെയിമുകൾ, പിന്നെ റോബ്ലോക്സ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് FC മൊബൈൽ, പെസ് അങ്ങനത്തെ ഗെയിമുകളിലോട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനത്തെ ഗെയിമുകൾ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനത്തെ ഗെയിം ഉണ്ടാകാൻ നോക്കാം. ഓക്കെ, നമ്മൾ ട്രാഷ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ടിപ്പൊക്കെ കിട്ടും കേട്ടോ. ആക്ച്വലി ഇവർ കഴിച്ച് കഴിയുമ്പോൾ അല്ലാത്ത ടിപ്പും കിട്ടും, അല്ലാണ്ട് പൈസയും കിട്ടും. അത് ആക്ച്വലി ഒരു അടിപൊളി പണിയുമാണ്. ട്രാഷ് ക്യാനിലോട്ട് ഇടാൻ പറ്റുന്നില്ലല്ലോ. ഇത് എങ്ങനെയാണത്? ഓക്കെ, കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ബ്രെഡല്ല, മറ്റേ ബണ്ണ് ബർഗറിൻ്റെ മറ്റേ ബണ്ണില്ലേ, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങളാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യില്ല എന്ന് ഞാൻ കേട്ടു. പ്ലീസ് ഗൈസ്, ഒന്നും കൂടി പറയാണ്,
ഞാൻ മൂന്നാമത്തെ വട്ടം കണ്ടാണ് പറയണേ. വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെക്കേഷൻ ആയിട്ടുള്ളത് കൊണ്ട് ഇതുപോലത്തെ ഇന്നിപ്പോൾ ആദ്യത്തെ വന്നു, രണ്ടാമത്തെ വരും, മൂന്നാമത്തെ വരും, നാലാമത്തെ വരും, അങ്ങനെ പിന്നാലെ വരും. ഓക്കെ, നമ്മുടെ കയ്യിൽ ആ ട്രാഷ് ഉണ്ടായിരുന്നു, കളയാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ നമുക്ക് ബ്രെഡ് ഇവിടെ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യാം. അതാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തവിടെ. ഓക്കെ, ബ്രെഡ് ഒന്ന് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ചൊന്ന് പോകണം. സോറി. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ ട്രാഷും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, പൈസ. ഓക്കെ ചേട്ടൻ, എത്ര രൂപയാണ് ചേട്ടൻ എക്സ്ചേഞ്ച്? എക്സ്ചേഞ്ച് ഇല്ല, ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണം. എക്സ്ചേഞ്ച് ഇല്ലാണ്ട് ഫുൾ കറണ്ട് പൈസയ്ക്ക് തരണത്. ഞാൻ അങ്ങനെയൊക്കെയാണ് കടയിൽ പോയ പൈസ കൊടുക്കുക. നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവന് 30 രൂപ കൊടുക്കണം. 30 + 1 കൂടി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ 5 രൂപയും .63 രൂപയും കൊടുക്കണം. 10 1 2 3 ഓക്കെ, കാർഡാണ് നല്ലത്. ഓക്കെ, കാർഡ് കിട്ടി. കാർഡാണ് കേസ് നല്ലത്. മറ്റേത് എണ്ണി പറക്കി കൊടുക്കണം. 3.15 ലെസ് 6 7 അപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 5 പിന്നെ ഒരു 61 രൂപയുണ്ട്. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ആരും ശ്രദ്ധിക്കരുത്. ബാക്ക്ഗ്രൗണ്ട് വോയിസിനൊക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ആരും ശ്രദ്ധിക്കരുത്. സോ അല്ലാണ്ട് നമുക്ക് ഗെയിമൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു മിനിറ്റ്. ഓക്കെ, അല്ലാണ്ട് വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3-ാമത്തെ വട്ടം 4-ാമത്തെ വട്ടം സീരിയസ് പിന്നെ ഞാൻ പറഞ്ഞ് പോവുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കടയുടെ ഔട്ട്ലുക്കൊക്കെ കണ്ട സെറ്റല്ല, സെറ്റ്. പിന്നെ ഇതേ ഗെയിമിൻ്റെ തന്നെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ആക്ച്വലി എനിക്കും ഗെയിം ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടണ്ടേ, അതിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ വീഡിയോ കാണാൻ എല്ലാവരും എൻജോയ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇങ്ങനത്തെ അല്ലാണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ പുതിയ ടൈപ്പ് ഗെയിമുകൾ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ കുറേ പേര് ഗോഡ് സിമുലേറ്റർ അങ്ങനത്തെ കുറച്ച് ഗെയിമുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗൈസ്, ഞാനിപ്പോൾ കളിക്കുന്നത് ഒരു മൊബൈലിലാണ് ഗെയിം കളിക്കുന്നത്. സോ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഗോഡ് സിമുലേറ്റർക്ക് PC ഗെയിമുകളുണ്ട്. ഗോഡ് സിമുലേറ്റർ ഒന്നും നിങ്ങൾ ചോദിക്കരുത്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. അല്ലാത്ത മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗെയിമുകളാണ് നിങ്ങൾ പറയണമെങ്കിൽ അത് നമ്മൾ നോക്കാം. അന്ന് കളിച്ച പോലെ ഹണ്ടിങ് ഗെയിം ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ഹൊറർ ഗെയിമാണ് ഇഷ്ടമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഹൊറർ ഗെയിമും ഇങ്ങനത്തെ സിമുലേറ്റർ ഗെയിംസൊക്കെ എടുത്ത് തുടങ്ങാം. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളാരും PC-യിലോ കമ്പ്യൂട്ടറിലോ കളിക്കുന്ന ഗെയിമുകളൊന്നും പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൾ PC മേടിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു PC-യിലോട്ടൊക്കെ അപ്ഗ്രേഡ് ആവാം. സോ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 13 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് ലൈക്ക് ടാർഗറ്റ് ഒന്നും വയ്ക്കാൻ നമ്മളായിട്ടില്ല. ഓക്കെ, നമ്മൾ level 2 ആയിട്ടുണ്ട്. കീപ്പ് ഇറ്റ് അപ്പ്, ലെറ്റ്സ് ഗോ. പിന്നെ വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഞാനിങ്ങനെ റെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ കസ്റ്റമേഴ്സ് ഒന്ന് എടുത്ത് നോക്കണം, നമുക്ക് പൈസയും കിട്ടും. ആദ്യത്തെ ഡേ തന്നെ കസ്റ്റമേഴ്സ് വരുന്നത് കുറേ പേര് വന്നു. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. ഷെൽഫ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഷെൽഫൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ടേബിൾ ഉണ്ടോ? ടേബിളൊക്കെ level 2 എത്തണം. സെക്ഷൻ ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അയാൾ നിർത്തണമെങ്കിൽ കുറച്ചുകൂടി പൈസ കൊടുക്കണം. കാര്യമില്ല, നമുക്ക് ഫർണിച്ചേഴ്സിൽ തന്നെ വീണ്ടും നോക്കി നോക്കാം. അതൊക്കെ ഇനിയും ഇതാക്കണം. പാറ്റി ബർഗറിൻ്റെ ഇതാണത്. 14 ലെവലെത്തിയാൽ നമുക്ക് പെട്ടൊക്കെ വാങ്ങിക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു പുതിയ ഫ്ലോറൊക്കെ വാങ്ങണം. കാരണം ഇപ്പം തന്നെ ഇവിടെ സ്ഥലം ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ഓക്കെ നമ്മളെന്തായാലും കുറച്ച് സാധനം ബൈ ചെയ്തിട്ടുണ്ട്.
ഓക്കെ 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 ഓക്കെ. ഏയ് കസാര ഒതുങ്ങിയിരിക്കുക കസാര. അടി സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഞാൻ കുറച്ച് നേരം കട്ട് ചെയ്തപ്പോൾ ഞാൻ കിട്ടിയ സാധനമാണ് ശിലാങ്കർ മേശി സിൽമേശി മേശി മേശി ശിലാങ്കർ മേശി മേശി സിൽമേശി മേശി മേശി സിൽമേശി സിൽമേശി മേശി മേശി ശിലാങ്കർ മേശി മേശി ശിലാങ്കർ മേശി മേശി സിൽമേശി മേശി മേശി ശിലാങ്കർ മേശി മേശി ശിലാങ്കർ മേശി മേശി അങ്കർ മേശി മേശി സിൽമേശി മേശി മേശി ശിലാങ്കർ മേശി മേശി സിൽമേശി മേശി മേശി സിൽമേശി 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 മേശി ഗോൾ 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 ഗോൾ. ഓക്കെ 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 തമാശയൊക്കെ മതി. നമുക്ക് അടുത്തത് ചീസിൻ്റെ പെട്ടി കൊണ്ട് വയ്ക്കാം. അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഒരു നെയ്മർ ഫാനാണ്, എന്നാലും നമ്മൾ മെസ്സിനെ കളിയാക്കുന്നതല്ല എന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ മെസ്സിനെ കളിയാക്കിയതല്ല. ഞാനും ഒരു മെസ്സി ഫാൻ തന്നെയാണ്, പക്ഷെ ടോട്ടലി മെസ്സി ഫാനല്ല. നെയ്മറിൻ്റെയാണ് ഞാൻ കൂടുതലായിട്ട് ഫാൻ വരുന്നത്. പക്ഷേ മെസ്സിനെയും നെയ്മറിനെയും എല്ലാവരെയും ഇഷ്ടമാണ്. ഗേൾ പാർട്ടി ഓക്കെ ഓക്കെ ഓക്കെ. പാറ്റി എനേബിളായി. നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് നമ്മുടെ കടയിലേക്ക് പുതിയൊരു സാധനം കൊണ്ടുവരാം കേട്ടോ. പാറ്റി കൊണ്ടുവരാം. പാറ്റി സെറ്റ് 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 സെറ്റ്. ഓക്കെ, ഈ വെറും ബ്രെഡും ഇതും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ ബെഡിൻ്റെ ഒപ്പം പാറ്റി ഇതൊരു അടി തരുന്നില്ല. എന്നാലും നമ്മുടെ നമ്മൾ ഈ ബെഡിത്ത് ആദ്യമായി നമ്മൾ തുടങ്ങിയ കടയായതുകൊണ്ടാണ് ഇത്രയൊക്കെ ആൾക്കാർ വരുന്നത്. പിന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹാപ്പി ഓണം ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഓണത്തിൻ്റെ ഒന്നായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടാവുക. ഇതിന് ഞാൻ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുന്നത് ഇന്നലെയാണ്, എന്നാലും ഇടുന്നത് ഓണത്തിൻ്റെ ഒന്നാണ്. നിങ്ങളത് കാണുന്നത് ഓണത്തിൻ്റെ ഒന്നായിരിക്കും. സോ നമുക്ക് ഈ വാതിൽ ഗ്ലാസിൻ്റെ വാതിലായതുകൊണ്ട് എവിടെയെന്ന് കറൻറ്റായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊന്ന് ഇരിക്കണേ. ഓക്കെ, നമുക്ക് കുറച്ച് ടൊമാറ്റോ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് വെക്കും നല്ല സാറ്റിസ്ഫൈങ് കേട്ടോ. പിന്നെ ഈ ഗെയിം കളിക്കാനും നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഗെയിമൊന്നും കളിക്കണ്ട, മറ്റേ മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ് അങ്ങനത്തെ ഗെയിം റേഞ്ചിലോട്ടൊക്കെ ഒന്ന് പോയി നിൽക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ കാര്യം നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നിങ്ങൾക്കാർക്കും മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ലാന്ന്. അത് നമുക്ക് വിഷയമല്ല. നമുക്ക് മൈൻക്രാഫ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗെയിമുകളൊക്കെ കളിക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ലെറ്റ്സ് പ്ലേ, നമ്മൾ അന്ന് കളിച്ച ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ നെതറൈറ്റ് ആർമറും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് ട്രാഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, അല്ല മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിംഗ് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അതിനകത്ത് നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിട്ട് നിങ്ങളെ ഇതാക്കാം. സോ ഗൈസ്, ഇതൊന്ന് കൊണ്ടുവയ്ക്കട്ടെ, എടുക്കട്ടെ. സോ ഗൈസ്, എന്തായാലും ഈ ഒരു ബർഗർ ഷോപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു ബർഗർ ഷോപ്പിൻ്റെ ഇനിയും വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിടും. സോ ഈ വീഡിയോ